ബി.ജെ.പി. നേതാക്കൾ അവരുടെ പാർട്ടിയെ തന്നെ വെറുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ദളിത് വിവേചനം പാർട്ടിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ബി.ജെ.പിക്കെതിരെ ദളിത് ആരോപണമാണ് ഉയരുന്നത്. ബി.ജെ.പി. ദളിത് വിരുദ്ധ പാർട്ടിയാണ് എന്ന കർണാടകയിലെ മുതിർന്ന ബി.ജെ.പി. ദളിത് നേതാവും എം.പിയുമായ രമേശ് ജിഗജിനാഗിയുടെ വാദമാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത്. മൂന്നാം എൻ.ഡി.എ സർക്കാരിലെ മിക്ക കേന്ദ്രമന്ത്രിമാരും ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണെന്നും ദളിതർക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. വിജയപുരിയിൽ നിന്നുള്ള ബി.ജെ.പി. പാർലമെന്റ് അംഗമാണ് രമേശ് ജിഗജിനാഗി. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ജിഗജിനാഗിയുടെ മറുപടി. ജനങ്ങളുടെ പിന്തുണ തനിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ തിരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആളുകൾ എന്നെ മോശമായി ശകാരിച്ചു. ബി.ജെ.പി. എങ്ങനെയൊക്കെയാണ് ദളിത് വിരുദ്ധമാകുന്നത് എന്ന് പല ദളിതുകളും എന്നോട് വാദിച്ചു. പാർട്ടിയിൽ ചേരുന്നതിന് മുൻപ് ഞാൻ ഇത് അറിയേണ്ടതായിരുന്നു. കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ ജനങ്ങളിൽ നിന്ന് എനിക്ക് സമ്മർദ്ദമുണ്ട്. ഇത് ന്യായമോ അന്യായമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ദക്ഷിണേന്ത്യയിൽ 7 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഏക ദളിത് വ്യക്തിയാണ് താനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ ഉയർന്ന ജാതിക്കാരും ക്യാബിനറ്റ് സ്ഥാനങ്ങൾ വഹിക്കുന്നു. ദളിതർ ഇതുവരെ ബി.ജെ.പിയെ പിന്തുണച്ചിട്ടില്ലേ എന്നും ജിഗജിനാഗി ചോദിച്ചു. ഇത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. 72കാരനായ രമേശ് ജിഗജിനാഗി 1998 ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു. ചിക്കോടി മണ്ഡലത്തിൽ നിന്ന് 3 തവണയും വിജയപുര മണ്ഡലത്തിൽ നിന്ന് 4 തവണയും എം.പി. ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. 2016ലും 2019ലും കുടിവെള്ള ശുചിത്വ വകുപ്പ് സഹമന്ത്രിയായിരുന്നു. 2024ലെ പൊതു തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ വിജയപുര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് രമേശ് ജിഗജിനാഗി 77,229 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 6,72,781 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. അതേസമയം രമേശ് ജിഗജിനാഗിയുടെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ വീഡിയോ കോൺഗ്രസ് എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ 28 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 17ലും ബി.ജെ.പി. വിജയിച്ചപ്പോൾ കോൺഗ്രസും ജെ.ഡി.എസും യഥാക്രമം 9-2 സീറ്റുകൾ നേടി. ബി.ജെ.പി. 25 സീറ്റിലും ജെ.ഡി.എസ് 3 സീറ്റിലുമാണ് മത്സരിച്ചത്. മൂന്നാം മോദി സർക്കാരിൽ കർണാടകയിൽ നിന്നുള്ള 2 നേതാക്കൾ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നു. ജെ.ഡി.എസിന്റെ എച്ച്.ഡി. കുമാരസ്വാമിയെ ഘനവ്യവസായ സ്റ്റീൽ മന്ത്രിയായി നിയമിച്ചു. അതേസമയം രാജ്യസഭയിൽ കർണാടകയെ പ്രതിനിധീകരിക്കുന്ന നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി വീണ്ടും നിയമിക്കപ്പെടുകയായിരുന്നു. അതേസമയം രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്നാണ്. പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ 4 ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. ബാക്കിയുള്ളവയിൽ ബി.ജെ.പി. അല്ലെങ്കിൽ എൻ.ഡി.എ സർക്കാരുകളാണുള്ളത്. 13 മണ്ഡലങ്ങളിൽ 4 പശ്ചിമ ബംഗാളിലും 3 ഹിമാചലിലുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിക്ക് ഭൂരിപക്ഷം കുറയുകയും പ്രതിപക്ഷം ശക്തിപ്പെടുകയും ചെയ്തതിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പാണിത്. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂലൈ 13 നടക്കും. ഇതിനിടയിലാണ് ബി.ജെ.പി. നേതാവ് തന്റെ പാർട്ടിക്ക് നേരെ ആരോപണവുമായി എത്തിയിരിക്കുന്നത്. ഇത് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്.